നമസ്കാരം. ജ്ഞാനായ വോയിസ് ആഴ്ചവട്ടം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജന. പ്രധാന വാർത്തകൾ. ബാംഗ്ലൂർ സ്വർഗറാണി ജ്ഞാനായ ഫൊറോന പള്ളി തിരുനാളിൽ സിൽവർ ജൂബിലി സമാപനം KVTVയിലും ജ്ഞാനായ വോയിസിലും തത്സമയം. ചിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിലെ ദർശന തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് മംഗളം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദേശീയ അവാർഡ് സമ്മാനിച്ചു. മാർ മാത്യു മക്കി ജ്ഞാനായ സമുദായത്തെ സ്വപ്നം കണ്ട വ്യക്തിത്വം മാർ റാഫേൽ തട്ട്. ബാംഗ്ലൂർ സ്വർഗറാണി ജ്ഞാനായ ഫൊറോന പള്ളി തിരുനാളും സിൽവർ ജൂബിലി സമാപനം KVTVയിലും ജ്ഞാനായ വോയിസിലും തത്സമയം. ബാംഗ്ലൂർ ജ്ഞാനായ മക്കളുടെ അഭിമാനമായ രാജരാജേശ്വരി നഗറിലുള്ള സ്വർഗറാണി ജ്ഞാനായ കാത്തലിക് ഫൊറോന ദേവാലയത്തിൽ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും സിൽവർ ജൂബിലി ആഘോഷ സമാപനം 2025 ഓഗസ്റ്റ് 10 ഞായറാഴ്ച നടത്തപ്പെടുന്നു. പ്രധാന തിരുനാൾ തിരുകർമ്മങ്ങളും ജൂബിലി സമാപന സമ്മേളനവും ജ്ഞാനായ വോയിസിനും KVTയിലും തത്സമയം സംപ്രേഷണം ചെയ്യും. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന കൃതജ്ഞതാബലിക്ക് കോട്ടയം അതിരൂപതയിൽ മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് പ്രധാന കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, തുടർന്ന് അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലീത്തയുടെ അധ്യക്ഷതയിൽ കൂടുന്ന ജൂബിലി സമാപന സമ്മേളനം കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രി ശ്രീ KJ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ബാംഗ്ലൂർ അതിരൂപത മെത്രാപ്പോലീത്ത മോസ്റ്റ് റവറൻ ഡോക്ടർ പീറ്റർ മച്ചാടോ അനുഗ്രഹ പ്രഭാഷണവും മാണ്ഡ്യരൂപതയുടെ അധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ എഴയന്ത്രത്ത് മുഖ്യപ്രഭാഷണം നടത്തും. റവറൻ ഫാദർ ബിബിൻ അഞ്ചമ്പിൽ, റവറൻ സിസ്റ്റർ ഇമാക്കുലേറ്റ് SVM, ശ്രീ ജോസ് മാട്ടുകുത്തി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിക്കും. ശ്രീ തോമസ് ചാഴിക്കാടൻ ex-MP സുവനീർ പ്രകാശനം ചെയ്യും. ഫൊറോന വികാരി ഫാദർ ഷിനോജ് വെള്ളായിക്കൽ സ്വാഗതവും ജൂബിലി ജനറൽ കൺവീനർ ശ്രീ ജോമി തെങ്ങനട്ട് നന്ദിയും രേഖപ്പെടുത്തും. തുടർന്ന് കലാവിരുന്നും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കുന്നതാണ്. പരിപാടിക്ക് ജൂബിലി കമ്മിറ്റി അംഗങ്ങളും പാരിഷ് കൗൺസിൽ അംഗങ്ങളും മറ്റ് തിരഞ്ഞെടുത്ത കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകും. ചിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിലെ ദർശന തിരുനാളിന് ഭക്തി നിർഭരമായി തുടക്കം. ചിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയുടെ ഈ വർഷത്തെ പ്രധാന തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. ഓഗസ്റ്റ് 11 വരെ ദർശന തിരുനാളായി ആഘോഷിക്കുന്ന ഈ തിരുനാളിന് ഓഗസ്റ്റ് 3 രാവിലെ 10 മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ട പതാക ഉയർത്തലോടുകൂടിയാണ് തിരുകർമ്മങ്ങൾക്ക് തുടക്കമായത്. വിശുദ്ധ കുർബാനയ്ക്ക് ജ്ഞാനായ റീജിയൻ ഡയറക്ടർ മോൺസിഞ്ഞോർ തോമസ് മുളവനാൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ഗുജറാത്ത് മിഷന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ സ്റ്റീഫൻ ജെറാഡ് സന്ദേശം നൽകുകയും ചെയ്തു. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളാണ് ദർശന തിരുനാളായി കൊണ്ടാടപ്പെടുന്നത്. ഇടവക സ്ഥാപിതമായിട്ട് 15 വർഷങ്ങൾ പൂർത്തിയാകുന്ന വേളയിൽ നടത്തപ്പെടുന്ന തിരുനാളിന് മെൻ മിനിസ്ട്രിയിലൂടെ ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളും പ്രസിദ്ധേന്തിമാരാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന തിരുനാളിന്റെ ഭാഗമായി തിങ്കൾ മുതൽ ബുധൻ വരെ ആഘോഷമായ ദിവ്യബലിയും മരിയൻ സന്ദേശത്തോടു കൂടിയുള്ള തിരുകർമ്മങ്ങളും നടത്തപ്പെടും. ഫാദർ ജോസ് തറക്കിൽ, ഫാദർ ടോമി വട്ടക്കുളം, ഫാദർ ജോബി പൂച്ചുകണ്ടത്തിൽ എന്നിവർ ഈ ദിവസങ്ങളിൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോബി പന്നൂറി, ഫാദർ ജോബി വെള്ളക്കുന്നിൽ, ഫാദർ ബിൻസി ചേത്തലി എന്നിവരാണ് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലെ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. പ്രധാന തിരുനാൾ ദിവസമായ ഓഗസ്റ്റ് 10 ഞായറാഴ്ച റാസ കുർബാനയ്ക്ക് ഫാദർ ലിജോ കൊച്ചുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ചയിലും ഓഗസ്റ്റ് 9 ശനിയാഴ്ചയിലും കൂടാരോഗ്യ കലാമേളയിൽ കലാസന്ധ്യയും നടത്തപ്പെടും. ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച നടത്തപ്പെടുന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയോടും സെമിത്തേരി സന്ദർശനത്തോടു കൂടിയാണ് തിരുകർമ്മങ്ങൾ അവസാനിക്കുക. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് മംഗളം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദേശീയ അവാർഡ് സമ്മാനിച്ചു. മംഗളം പബ്ലിക്കേഷന്റെ 56ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദേശീയ അവാർഡ് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സമ്മാനിച്ചു. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലെ സ്പീക്കർ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ KSS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ അവാർഡ് ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, ജോസ് കെ മാണി MP, ആന്റോ ആന്റണി MP, ജോൺ ബ്രിട്ടാസ് MP, ഡീൻ കുര്യാക്കോസ് MP, AA റഹീം MP, ജെബി മേത്തർ MP, ദൂരദർശൻ DG സതീഷ് നമ്പ്യാർ, മംഗളം മാനേജിംഗ് ഡയറക്ടർ സാജൻ വർഗീസ്, KSS PRO സിജോ തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 1964 സെപ്റ്റംബർ 14 സൊസൈറ്റീസ് രജിസ്റ്റർ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മധ്യകേരളത്തിലെ 5 ജില്ലകളിലായി കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായി നടപ്പിലാക്കി വരുന്ന സ്വാശ്രയ സംഘ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യ വികസന, തൊഴിൽ നൈപുണ്യ വികസന, കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങൾ, കുടുംബ ശാസ്ത്രീകരണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ, മണ്ണ്, ജല, കൃഷി, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, ദുരന്ത പ്രതിരോധ നിവാരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ, സ്വയം തൊഴിൽ സംരംഭ യൂണിറ്റുകളുടെ ലഭ്യമാക്കൽ, മൈക്രോ ക്രെഡിറ്റ് ലോൺ, ജീവകാരുണ്യ നിധി ചികിത്സാ സഹായ വിതരണം, പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, കോവിഡ് പ്രതിരോധ നിവാരണ പ്രവർത്തനങ്ങൾ, ചൈതന്യ കാർഷിക മേളയിൽ സ്വാശ്രയ സംഘ മഹോത്സവവും ഭിന്നശേഷിക്കായുള്ളവർക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ
നിരവധിയായ പ്രവർത്തനങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് KSSന് ദേശീയ അവാർഡിനെ തിരഞ്ഞെടുത്തത്. മാർ മാത്യു മക്കി ജ്ഞാനായ സമുദായത്തെ സ്വപ്നം കണ്ട വ്യക്തിത്വം മാർ റാഫേൽ തട്ട്. കോട്ടയം ചങ്ങനാശ്ശേരി വികാരിയത്തിന്റെ പിന്നീട് തെക്കും ഭാഗർക്കായി നൽകപ്പെട്ട കോട്ടയം വികാരിയത്തിന്റെ പ്രഥമ വികാരി അപ്പസ്തോലിക്ക് വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനുമായ ദേവദാസൻ മാർ മാത്യു മാക്കി പിതാവിനെ 2025 മെയ് 22-ാം തീയതി ലയോ 14 മാർപ്പാപ്പ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ പ്രഖ്യാപനം കോട്ടയം അതിരൂപതയുടെ തൃതീയ മെത്രാനായിരുന്ന മാർ തോമസ് തറയിലിന്റെ 50-ാം ചരമവാർഷിക ചരണവും സംയുക്തമായ ക്രിസ്തുരാജ കത്തീഡ്രലിൽ നടത്തി. വിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായി കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട് ദീപം തെളിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി അനുസ്മരണ സന്ദേശം നൽകി. ക്നാനായ സമുദായത്തെ സ്വപ്നം കണ്ട് ജീവിച്ച മാർ മാക്കിൽ പിതാവ് പഴയ നിയമത്തിലെ പൂർവ്വ ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്ന് അനുസ്മരിച്ചു. ക്നാനായ സമുദായത്തെ നെഞ്ചിലേറ്റി സമുദായത്തിന്റെ ചക്രവാളങ്ങൾ മനസ്സിൽ കിനാവ് കണ്ട ഒരു സ്വപ്നക്കാരനുമാണ് മാക്കിൽ പിതാവ്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പിന്നീട് വന്ന പിതാക്കന്മാരും ദൈവികരും സമർപ്പിതരും അൽമായരും കരം ചേർത്താണ് ഇന്ന് കോട്ടയം അതിരൂപതയുടെ സുസ്തുതിക്ക് പ്രധാന കാരണമെന്ന് മാർ തട്ടിൽ പറഞ്ഞു. പൂർവ്വ പിതാക്കന്മാർ മനസ്സിൽ കൊണ്ടുനടന്ന വ്യക്തിരക്തതയാണ് ക്നാനായ സമുദായത്തിന്റെ വ്യക്തിത്വത്തിന്റെ അടയാള നക്ഷത്രം. ക്നാനായ സമുദായം ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ വംശപരമ്പരയുടെ പ്രതീകമാണ്. ക്നാനായ സമുദായം സീറോ മലബാർ സഭയുടെ വിവേകത്തിന്റെയും അടയാള നക്ഷത്രമാണെന്നും മാർ തട്ടിൽ സൂചിപ്പിച്ചു. സമുദായത്തിന്റെ വിവേകവും പരിശുദ്ധിയും കഠിന പരിശ്രമവും സീറോ മലബാർ സഭയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് മാർ തട്ടിൽ പറഞ്ഞു. ധന്യനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വത്തിക്കാന്റെ ഡിഗ്രി ചാൻസലർ റവറൻ ഡോക്ടർ തോമസ് ആദപ്പള്ളി വായിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് മാർ മാത്യു മൂലക്കാട് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹായമെത്തന്മാരായ മാർ ജോസഫ് പണ്ടാർശ്ശേരി, ഗീവർഗീസ് മാർ അപ്രൈൻ, വികാരി ജനറൽമാരായ ഫാദർ തോമസ് ആനിമുട്ട്, ഫാദർ മൈക്കിൾ വെട്ടിക്കാട്, ഫാദർ ജോസ് തറയിൽ, അതിരൂപതയിലെ ദേവികർ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. ഇനിയൊരു ഇടവേള. മരിയൻ വോയ്സ്, ഏറ്റവും ആധുനിക രീതിയിലുള്ള ഗ്ലാസ് ആംബുലൻസ്, മികച്ച ഗായക സംഘം, ഗോൾഡൻ മൊബൈൽ മോർച്ചറി, ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. മരണം വീറുമൊരു യാത്രയല്ലേ ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. ക്രിസ്ത്യൻ ഫ്യൂണറൽ ചടങ്ങുകൾക്ക് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വർഗീയ യാത്രയ്ക്കായി ഏറ്റവും മിതമായ നിരക്കിൽ മരിയൻ വോയ്സ് ഇവന്റ് മാനേജ്മെന്റ്, കാണക്കാരി, ഏറ്റുമാനൂർ. ഹലോ അപ്പാ, ഇറങ്ങി. വർഷം മുമ്പ് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ നീയായിരുന്നു. The journey of a generation begins here. Caritas Hospital, spreading the radiance of good health and happiness. വാർത്തകൾ തുടരുന്നു. കാരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്തിന് ഫൊക്കാനയുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം. അമേരിക്കൻ മലയാളി സംഘടനകളുടെ ഫെഡറേഷനായ ഫൊക്കാനയുടെ 3 ദിവസം നീണ്ടുനിന്ന കേരള കൺവെൻഷനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് കാരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് അർഹനായി. ഫൊക്കാനയുടെ ഭാരത ശ്രേഷ്ഠ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും സാഹിത്യ പുരസ്കാരം KV മോഹൻകുമാർ IASനും സമ്മാനിച്ചു. കഴിഞ്ഞ ദിവസം കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിൽ ആരംഭിച്ച ഫൊക്കാന കേരള കൺവെൻഷനിൽ വെച്ച് സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി
റോഷി അഗസ്റ്റിൻ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കാരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്തിന് സമ്മാനിച്ചു. ചടങ്ങിൽ മന്ത്രി VN വാസവൻ, ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണി, ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഊണിത്തൻ, കാരിത്താസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിസ്മൺ മഠത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ആരോഗ്യ ജീവൻ രക്ഷ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാരിത്താസ് ആശുപത്രി നടത്തിവരുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് കാരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്തിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചത്. ക്നാനായ കാത്തലിക് മിഷൻസ് UKയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 4 നടത്തപ്പെടുന്ന വാഴ്വ് 2025 വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ക്നാനായ കാത്തലിക് മിഷൻസ് UKയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 4 നടത്തപ്പെടുന്ന വാഴ്വ് 2025 വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. UKയിലെ 15 ക്നാനായ മിഷനുകളിലെയും ഇടവാംഗങ്ങൾ ഒന്നുചേർന്ന് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നന്മകൾ വിതറുമ്പോൾ വാഴ്വ് 2025 പ്രവർത്തനങ്ങൾക്ക് വിവിധ കമ്മിറ്റികൾ സുസജ്ജമായി പ്രവർത്തിക്കുന്നു. ക്നാനായ കാത്തലിക് മിഷൻസ് UK കോർഡിനേറ്റർ ഫാദർ സുനി പടിഞ്ഞാറക്കര ചെയർമാൻ ആയിട്ടുള്ള കമ്മിറ്റി അഭിലേഷ് മൈലപ്പറമ്പിൽ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്നു. ഫാദർ സജി തോട്ടം, ഫാദർ ജോഷി കൂട്ടുങ്കൽ എന്നിവർ കൺവീനർമാരായും സജി രാമച്ചനാട്ട് ജോയിന്റ് കൺവീനറായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി സജീവമായി പ്രവർത്തിക്കുന്നു. 2025 ഒക്ടോബർ 4 UKയിലെ ബെർമിംഗ്ഹാമിലെ ബദൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് വാഴ്വ് 2025 നടത്തപ്പെടുന്നത്. കോട്ടയം അതിരൂപതയിലെ അഭിബന്ധ പിതാക്കന്മാരുടെയും UKയിലെ ക്നാനായ വൈദികരുടെയും കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോട് കൂടിയാണ് കുടുംബസംഗമത്തിന് ആരംഭം കുറിക്കുന്നത്. അണയാം ദൈവജനനി ചിക്കാഗോ സെന്റ് മേരീസ് സ്നാനായ ഇടവകയുടെ ഗാനം ഓഗസ്റ്റ് 9 പ്രകാശനം ചെയ്യുന്നു. ചിക്കാഗോ സെന്റ് മേരീസ് സ്നാനായ കത്തോലിക്ക ഇടവകയുടെ 15ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കുന്ന ക്രിസ്തീയ ഗാനം ആൽബത്തിലെ പ്രഥമ ഗാനം അണയാം ദൈവജനമി ഓഗസ്റ്റ് 9 ശനിയാഴ്ച പ്രകാശനം ചെയ്യുന്നു. വൈകിട്ട് 7:30 നടത്തപ്പെടുന്ന കലാസന്ധ്യയിൽ വെച്ച് ഇടവക വികാരി ഫാദർ സിജു മുടക്കോടി പ്രകാശനം ചെയ്യുന്ന ഈ ഗാനം രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് സെന്റ് മേരീസ് ഇടവകയിലെ 15 വർഷമായി ഗായക സംഘത്തിന് നേതൃത്വം വഹിച്ചു വന്നിരുന്ന അനിൽ മറ്റത്തിക്കുന്നേലാണ്. സുപ്രസിദ്ധ ഗായകൻ പിറവൻ വിൽസണും ചിക്കാഗോ സെന്റ് മേരീസിലെ തന്നെ ഗായിക അമ്മു തോട്ടിച്ചിറയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അജിത് ബേബിയുടെ വോയിസ് ഓഫ് ആഡമിന്റെ ബാനറിൽ ജേക്കബ് മീഡിയ ഓഫ് ചിക്കാഗോ പുറത്തിറക്കുന്ന ഈ ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് ടോം ആണ്. ജയ്ബു കുളങ്ങര, സ്റ്റീഫൻ കീഴ്ക്കേക്കുറ്റ്, ഫേബിൻ കണിയാലി എന്നിവർ നിർമ്മിച്ചിരിക്കുന്ന ഈ ഗാനം വിശുദ്ധ കുർബാനയുടെ പ്രവേശന ഗാനമായി ആലപിക്കുവാൻ സാധിക്കാത്ത വിധത്തിലാണ് രചിക്കപ്പെട്ടിരുന്നത്. ഇടവകയുടെ പ്രധാന തിരുനാൾ ദിവസമായ ഓഗസ്റ്റ് 10 ഞായറാഴ്ച റാസ കുർബാനയുടെ പ്രവേശഗാനമായി ഈ ഗാനം ആലപിക്കപ്പെടും. KCCMയുടെ ക്യാമ്പ് ലിയോ 2025 മാർ മാത്യു മൂലക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. KCCMയുടെ ഈസ്റ്റ് ഗൾഫിൽ നിന്നുള്ള കുട്ടികൾക്കായി എല്ലാ വർഷവും നടത്താറുള്ള വേനൽക്കാല അവധി ക്യാമ്പ് ജൂലൈ 24 വ്യാഴാഴ്ച ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ കോട്ടയം അതിരൂപത മെത്രോപൊലിത്ത മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. KCCME ചെയർമാൻ ജെറി ജോയ് കുഴിയമ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചൈതന്യ പാസ്റ്ററൽ സെന്റർ ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനിൽ, KCCME മുൻ വൈസ് ചെയർമാനും KCCUAE മുൻ ചെയർമാനുമായ വിൻസെന്റ് V. ചുമ്മാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KCCME വൈസ് ചെയർമാനും കുവൈറ്റ് ക്നാനായ കൾച്ചറൽ അസോസിയേഷന്റെ പ്രസിഡന്റുമായ ജോസുകുട്ടി പുത്തൻതറ സ്വാഗത പ്രസംഗവും KCCME മുൻ ചെയർമാൻ തോമസ് ബേബി പുൾപ്ര കൃതജ്ഞത പ്രസംഗവും നടത്തി. അഡ്വക്കേറ്റ് ആൽബിൻ ജോണി നയിക്കുന്ന ടീമാണ് ക്യാമ്പ് നയിക്കുന്നത്. ബിജു ജെയിംസ് പാലായി, പുഷ്പ സാജൻ കളത്തിൽ, സിന്ധു ജിജോയ് എരമ്പുങ്കര എന്നിവർ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യുന്നു. ജൂലൈ 25 വെള്ളിയാഴ്ച വൈകുന്നേരം ജെറി ജോയ് കുഴിയമ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമാപന സമ്മേളനത്തിൽ കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് ആനുമൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഫാദർ സുനിൽ പെരുമാനും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ഖത്തർ സെന്റ് തോമസ് സീറോ മലബാർ ദേവാലയത്തിലെ പയസ് 10th പ്രാർത്ഥന കൂട്ടായ്മയുടെ പ്രസിഡന്റ് ബിജു ജെയിംസ് പാലായി സ്വാഗത പ്രസംഗവും KCCME സെക്രട്ടറി ഖത്തർ ക്നാനായ കൾച്ചറൽ അസോസിയേഷന്റെ പ്രസിഡന്റുമായ ജിജോയ് ജോർജ് എരപ്പുങ്കര കൃതജ്ഞത പ്രസംഗവും നടത്തും. സമ്മർ ബ്ലേസ് 2025 ക്യാമ്പ് അവസാനിച്ചു. ഒർലാൻഡോ ക്നാനായ കത്തോലിക്ക റീജിയനിലെ ടാംബ ഫൊറോന തലത്തിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി നടത്തിയ 3 ദിവസത്തെ സമ്മർ ക്യാമ്പ് ആവേശഭരിതമായി സമാപിച്ചു. ഫൊറോന വികാരി ഫാദർ ജോസ് ആദോപ്പള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെ ക്യാമ്പിന് തുടക്കമായി. ഫാദർ ജോബി പൂച്ചുകണ്ടത്തിൽ, ഫാദർ ജോസ് ചെറുപ്പുറത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഫാദർ രാജീവ് വലിയ വീട്ടിൽ, ജോഡി ഡാനിയൽ, ടോണി പുല്ലാപ്പള്ളി, ഹന്ന ചലക്കൽ എന്നിവർ വിവിധ സെക്ഷനുകൾ നയിച്ചു. സിസ്റ്റർ സാന്ദ്ര SBM, ബ്രദർ ജോഷ് ജോർജ്, ദീപക് മുണ്ടുപാലത്തിങ്കൽ, ചാക്കോച്ചൻ പുല്ലാനിപ്പള്ളി, സിജോയ് പാറപ്പള്ളി, ജെയ്ത കല്ലിണ്ടാതിയിൽ, സുനി ചാക്കോനാൽ എന്നിവർ വിവിധ ക്രമീകരണങ്ങളിലേക്ക് നേതൃത്വം നൽകി. താമ്പ സ്ക്വയർ ഹാർട്ട് ജ്ഞാനായ കത്തോലിക്ക ഫൊറോന ഇടവക, അറ്റ്ലാന്റ ഹോളി ഫാമിലി ജ്ഞാനായ കത്തോലിക്ക ഇടവക, മിയാമി സെന്റ് ജൂഡ് ജ്ഞാനായ കത്തോലിക്ക ഇടവക, ഒർലാൻഡോ സെന്റ് സ്റ്റീഫൻസ് ജ്ഞാനായ കത്തോലിക്ക ഇടവക എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ക്യാമ്പിൽ പങ്കുചേർന്നു. വീണ്ടും ഒരിടവേള. KVTV, വോയിസ് ഓഫ് ദ ജ്ഞാനായ പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തത്സമയം പങ്കുവയ്ക്കുവാൻ
ജ്ഞാനായ വോയിസ്. വിവാഹം, മാമോദിസ, ഗൃഹപ്രവേശം, സമ്മേളനങ്ങൾ, തിരുനാളുകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ. ജ്ഞാനായ വോയിസിനോടും KVTVയോടുമൊപ്പം ദി ഫസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ചാനൽ ഫോർ ദ വേൾഡ് മലയാളീസ്. ജ്ഞാനായ വോയിസ് 9447475735 8283675888. വാർത്തകൾ തുടരുന്നു. ഷൈജി ഓട്ടപ്പള്ളി കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഷൈജി ഓട്ടപ്പള്ളി പാർട്ടി ചെയർമാൻ PJ ജോസഫ് MLA നോമിനേറ്റ് ചെയ്തു. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായും കോട്ടയം ജില്ലാ ട്രഷററായും പ്രവർത്തിച്ചു വരികയായിരുന്നു. ജ്ഞാനായ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ബോർഡ് അംഗം, ജ്ഞാനായ ഹദ്ദുസ ക്ലബ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം, നീണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. KCYM സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം, കോട്ടയം അതിരൂപത പാസ്റ്റേഴ്സ് കൗൺസിൽ അംഗം, KCYL കോട്ടയം അതിരൂപത പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് കോട്ടയം അതിരൂപത ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ചിങ്ങവനം സെന്റ് ജോൺസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ എബ്രഹാം കൊച്ചുപറമ്പിൽ, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോബി വണിയാമ്പുരയിടത്തിൽ, ജെസി ചെറുപ്പറമ്പ്, ജിമ്മി തോമസ്, ജോസഫ് പഴവൂർ, ജേക്കബ് ഒറ്റത്തേക്കൽ, ബോബി കൊണ്ടകശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. പേരൻസ് ദിനം ആഘോഷമാക്കി താമ്പയിലെ കുഞ്ഞിപ്പൈതങ്ങൾ. സ്ക്രേഡ് ഹാർട്ട് ജ്ഞാനായ കത്തോലിക്ക ഫൊറോന പള്ളിയിൽ ദേശീയ പേരൻസ് ദിനം ആഘോഷിച്ചു. ഹോളി ചൈൽഡ്ഹുഡ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആഘോഷങ്ങൾക്ക് കുട്ടികൾ തന്നെ നേതൃത്വം നൽകിയതും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചതും മാതാപിതാക്കളുടെ മനം കവർന്നതായിരുന്നു. ഇടവക വികാരി ഫാദർ ജോസ് ആദോപ്പിള്ളി, സൺഡേ സ്കൂൾ പ്രിൻസിപ്പൽ സാലി കുളങ്ങര, രക്ഷകർത്ത പ്രതിനിധി മെൽവിൻ പുളിയൻതൊട്ടിയിൽ, ഹോളി ചൈൽഡ്ഹുഡ് മിനിസ്ട്രി കോർഡിനേറ്റർ സിസ്റ്റർ അമൃത SBM എന്നിവർ സംസാരിച്ചു. സ്നേഹഭവന മാർ മാത്യു മൂലക്കാട്ട് ആശീർവദിച്ചു. കോട്ടയം അതിരൂപതയിലെ സമർപ്പിത സമൂഹമായ കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ മാർ തോമസ് തറയിൽ പിതാവിന്റെ നിത്യതയുടെ 50ാം ചരമവാർഷികത്തിൽ കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാരിത്താസ് ഇടവകയിലെ വിൻസെന്റ് ഡീപോൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനം കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ആശീർവദിച്ചു. ജൂബിലിയോടനുബന്ധിച്ച് ഇടക്കാട്ട് ഫൊറോനയിലെ കാരിത്താസ്, പടമുഖം ഫൊറോനയിലെ തടിയമ്പാട്, മടമൺ ഫൊറോനയിലെ പയ്യാവൂർ ടൗൺ, പയ്യാവൂർ, കുന്നത്തൂർ എന്നീ ഇടവകളിൽ സ്നേഹവനങ്ങൾ ഒരുക്കിയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുമാണ് കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് മാർ തോമസ് തറയിൽ പിതാവിന്റെ നിത്യതയുടെ ഓർമ്മ ആചരിക്കുന്നത്. ചടങ്ങിൽ കാരിത്താസ് സെന്റ് തോമസ് ജ്ഞാനായ പള്ളി വികാരി ഫാദർ ബ്രസനൂരിങ്ങളിൽ, ഫാദർ ഷാനി വലിയ പുത്തമ്പരിക്കൽ, ഫാദർ ജിനു മാന്തിൽ OFM കപ്പൂച്ചൻ, കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടേഴ്സ് ജനറൽ സിസ്റ്റർ ലിസി മുടക്കോട്, മറ്റ് സമൂഹാംഗങ്ങൾ, കാരിത്താസ് ഇടവകയിലെ വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി അംഗങ്ങൾ, ഇടവാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ബോർഡിംഗ് ഫാമിലീസ് പദ്ധതി കുടുംബശാസ്ത്രീകരണ സെമിനാർ സംഘടിപ്പിച്ചു. കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ബോർഡിംഗ് ഫാമിലീസ് പദ്ധതിയുടെ ഭാഗമായി കുടുംബശാസ്ത്രീകരണ സെമിനാർ സംഘടിപ്പിച്ചു. തെണ്ടകം ചൈതന്യയിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അമ്പലക്കുട നിർവഹിച്ചു. ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെഫിൻ ഒഴുങ്ങാൽ, കോർഡിനേറ്റർമാരായ മേരി ഫിലിപ്പ്, ആനി തോമസ് എന്നിവർ പ്രസംഗിച്ചു. കുടുംബശാസ്ത്രീകരണ സെമിനാറിന് ഫാമിലി കൗൺസിലർ ഡോക്ടർ വേസ് ലാൽ നേതൃത്വം നൽകി. അമേരിക്കയിലെ ജ്ഞാനായ കത്തലിക് റീജിയന്റെ ബോർഡിംഗ് ഫാമിലി സംഘടനയുടെയും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാംഗ്ലൂർ സ്വർഗറാണി ജ്ഞാനായ ഫൊറോന പള്ളി തിരുനാളിൽ സിൽവർ ജൂബിലി സമാപനം KVTVയിലും ജ്ഞാനായ വോയിസിലും തത്സമയം. ചിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിലെ ദർശന തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് മംഗളം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദേശീയ അവാർഡ് സമ്മാനിച്ചു. മാർ മാത്യു മക്കി ജ്ഞാനായ സമുദായത്തെ സ്വപ്നം കണ്ട വ്യക്തിത്വം മാർ റാഫേൽ തട്ട്. ജ്ഞാനായ വോയിസ് ആഴ്ചവട്ട വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.